കൂരിരുട്ടിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മുട്ട. സോർദാറെ എന്താ കാണുന്നേ? സോർദാറെ ഒന്ന് സൈഡിലേക്ക് നീങ്ങേ. ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു, നിനക്ക് ഇവിടെ തന്നെ വന്നിരിക്കണം. എന്താ ഇത്ര നിർബന്ധം? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എനിക്കിരിക്കണം. നീ സൈഡിലിരിക്ക്. ഞാൻ വിടില്ല. സൈഡിലിരിക്ക്, എനിക്ക് ഇവിടെ ഇരിക്കണം. നിങ്ങളിവിടെ തലപിടിച്ചോണ്ടിരുന്നോ? ഞാൻ എന്തായാലും ഇവിടെ കാർട്ടൂൺ കാണാൻ പോവാ. സ്ഥലം കൊടുക്ക്. ആ സൈഡിലിരുന്നാ മതി. ഇല്ല, ഈ സൈഡിലിരിക്കണം. അത് മതി. അവിടെ ഇരുന്നാ മതി. അവിടെ മതി. ഹണി, സോർദാറിന് സ്ഥലം കൊടുക്കാനാ പറഞ്ഞേ. അമർത്തി ഞാൻ ഒരു കാലിലായി. ഇപ്പൊ താഴേക്ക് നോക്കുമ്പോ എനിക്ക് ഒറ്റ കാല് മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പൊ സീറ്റിനുണ്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ. ഇപ്പൊ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോ അവിടെ ഇതുപോലെ സീറ്റിന് വേണ്ടി തല്ലുണ്ടാക്കി. എന്തിന്? കാര്യം എന്താണെന്നറിയില്ല. ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി കാണാൻ, അല്ലാതെ ടിക്കറ്റ് എടുക്കാനല്ല. ഇതെന്താ ഇവിടെ നടക്കുന്നേ? മിക്കവാറും ഈ ബഹളം ഒരു കൂട്ടക്കരച്ചിലാകാൻ സാധ്യതയുണ്ട്. കാരണം സോഫയ്ക്ക് എന്തെങ്കിലും പറ്റിയാ മേഡം എല്ലാത്തിന്റെ എല്ലൊടിക്കുന്ന ആളെ. അയ്യോ, എടാ സോർദാറെ, എടാ ഈ സോഫ ഒടിഞ്ഞു പോയല്ലോ. ഇനി കാർപ്പൻറ്ററിനെ വിളിക്കേണ്ടി വരും. അതിന് ഈ സോഫയിൽ ഒടിഞ്ഞത്. അതിനെന്തിനാ വെറുതെ കാർ പെയിന്ററൊക്കെ വിളിച്ചെടുത്തുന്നേ? നമുക്ക് ഏതെങ്കിലും ആശാരിയെ വിളിച്ചാ പോരെ? ഓ എന്റെ ഹണി, കാർപ്പൻറ്റർ എന്ന് വെച്ചാലേ. സോദറേ, ഹണിയെ പറഞ്ഞ് മനസ്സിലാക്കി വെറുതെ സമയം പാഴാക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സോഫ നന്നാക്കാം. എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല സംശയമുണ്ടോ? എന്നാ വാ, ഒരു മുയലച്ചനായ കാർപ്പൻറ്ററെ എനിക്ക് നന്നായിട്ട് അറിയാം. അയാളുടെ പല്ലുകൾ കൊണ്ട് ഒരുപാട് ഫർണിച്ചറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിൽ ഉപ്പ് കാണും. അതെ, നിന്റെ തലയ്ക്കകത്തുള്ള തലച്ചോറ് പോലെയാ. പക്ഷെ അതിലും കൂടുതൽ ഉപ്പുണ്ടാവും അയാളുടെ ടൂത്ത് പേസ്റ്റില്. സംശയമുണ്ടോ? ആവശ്യമില്ലാതെ വിട്ടുതന്നെ പറയണ്ട. മാഡം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഈ സോഫ റെഡിയാക്കി എടുക്കണം. ആ ദായിരിക്കുന്നു. വെൽക്കം ടു മുയലച്ചൻ മുല്ലക്കാട് മാനുഫാക്ചറർ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ കട എവിടെ? ഈ നഗരത്തിന്റെ അഭിമാനം വീണ്ടെടുത്തത് ഈ ഞാനാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പൊതു ശൗചാലയങ്ങളുടെ വാതിലുകളും ഈ ഞാനാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. പറയോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്ലീസ്, ദാ ഇതിലിരിക്കുന്ന പോലത്തെ ഒരു സോഫ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അയ്യോ, അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിന്റെ അപകടത്തിലാണ്. ഒരു സിംഹരാജാവിന് വേണ്ടി കസേര ഉണ്ടാക്കണം. ആദ്യത്തെ വർക്കിന് തന്നെ എന്റെ പല്ല് പോയത് നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ രാവിലെ തന്നെ ഉപ്പിക്കരി കൊണ്ട് പല്ല് തെറ്റതാണത്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. നിങ്ങൾക്ക് ചെയറുണ്ടാക്കാൻ പറ്റില്ലെന്ന് സിംഹത്തിനോട് പറഞ്ഞ് സഹായിക്കാനാണോ? അയ്യോ അതല്ല, ഈ കസേര ഉണ്ടാക്കാനൊന്ന് സഹായിക്കണമെന്ന്. ശരി, ഞങ്ങളൊന്ന് പ്രയത്നിച്ചു നോക്കാം. അപ്പോ മുയലച്ച, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ കാര്യോ? വേഗം ആർക്കും അപകടം പറ്റാൻ നോക്കണം. ഈഷ്, എന്റെ വയറ് വല്ലാതെ ചാടുന്നുണ്ട്. നേരത്തെ ഫ്ലാറ്റ് ആയിരുന്നു, ഇപ്പൊ ഫ്ലാറ്റ് ആയില്ലേ? ഓ, ഇതുവരെ നേരം എടുത്തില്ലല്ലോ.
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Cholma, The Crazy Chase. Brand new game. Download now only on Google Play Store. അയ്യോ ഹായ് ഇതിപ്പോ ഒരു കട്ടിലായല്ലോ. ഇനി വേണമെങ്കിൽ ഇത് നമുക്കൊരു പല്ലക്കായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. മിക്കവാറും പണി തീരും. കസേരയുടെ പണി തീരോത്തോ? അല്ല, സിംഹം വന്നു കഴിഞ്ഞാൽ തന്റെ പണി തീരുമെന്നാ പറഞ്ഞേ. മേശയൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അയാൾക്ക് വേണ്ടത് കസേരയാടാ. സിംഹം വന്നു. കള്ളം, പച്ചക്കള്ളം. അയ്യോ, സത്യമായിട്ട് സിംഹം വന്നിട്ടുണ്ട്. ദാ മുകളിലേക്ക് നോക്ക്. നീ എന്തിനാണ് വിശറിങ്ങനെ സ്വന്തമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വീശിയില്ലെന്നുണ്ടെങ്കിൽ ഈ അവസരം ഞാൻ തന്നെ വിയർക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കും. പിന്നീട് അങ്ങേക്ക് ആര് വീശിത്തരും പ്രഭോ? എന്നാ ശരി, അങ്ങനെ ആവട്ടെ. എടാ മുയലേ, എനിക്ക് തരാന്ന് പറഞ്ഞ കസേര എവിടെ? എവിടെയാണെന്നാ ചോദിച്ചേ? വലിയ കസേരയാ ഉണ്ടാക്കിയിരിക്കുന്നേ. പക്ഷെ അതെവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അതായത് ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ കസേര എവിടെ? നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് എന്തിനാ? ആങ്കിയോ, ഞാനൊന്ന് മേല് ചൊറിയാൻ വേണ്ടിട്ട് എന്റെ കൈ പൊക്കിയത്. നീ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ താഴോട്ട് വലിക്കായിരുന്നില്ലേ? അഥവാ 3 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ കസേര കിട്ടിയില്ലെങ്കിൽ പുഴയിൽ മുക്കി കൊന്നുകളഞ്ഞാ നിന്നെ ഓർത്തോ? നന്നായി, അങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചു കിട്ടുമല്ലോ. നിങ്ങൾ അടുത്ത് വരുമ്പോ വല്ലാതെ നാറുന്നുണ്ട്. നിങ്ങളുടെ കൂടെ കാട്ടി കഴിയുന്ന മൃഗങ്ങളെയൊക്കെ സമ്മതിക്കണം. മൂന്ന് മണിക്കൂറുള്ളിൽ കസേര ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആ സിംഹത്തിന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ എല്ലാം അന്ത്യം. അതായത് നിങ്ങളുടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞങ്ങ് പോവും. സംശയമുണ്ടോ? ഐഡിയ. എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. നീയോ അതിനല്ലേ ആലോചിച്ചത്? പറയേ. ആ കസേരയ്ക്ക് പകരം മുയലച്ചൻ ഒരു പല്ലുണ്ടാക്കാം. അപ്പൊ കസേര മുയലച്ചൻ തന്നെ ഉണ്ടായിക്കോളും. ഹണി, നീ ഇതല്ലേ ആലോചിച്ചത്? അതെ, അതുപോലെ തന്നെയാണ് ഞാനും ആലോചിച്ചത്. ഇനി ഞാൻ എത്രയും പെട്ടെന്ന് ഒരു അടിപൊളി കസേര ഉണ്ടാക്കി കൊടുക്കാം. എവിടെ ഞാൻ പറഞ്ഞ കസേര? എവിടെയാണ്? ശരി, ഇനി നിങ്ങൾ പറയേ, എവിടെയാണ് എനിക്ക് വേണ്ടിയുള്ള കസേര? ഇത്തവണ ഞാൻ ചൊറിഞ്ഞതല്ല സിംഹരാജാവേ, പറയാൻ തന്നെയാണ് പോയത്. ദാ അവിടെ വെച്ചിട്ടുണ്ട്.
ദാ പിടിച്ചോ കസേരയുടെ വില. ഇന്നു മുതൽ നീ ഞങ്ങളുടെ ഫാമിലി കാർപ്പൻറ്റർ ആയിരിക്കും. നിങ്ങൾ കാരണം എനിക്ക് കൃത്യസമയത്ത് സിംഹത്തിന് കസേര കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾക്കുള്ള സോഫ ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരാം.